അപ്പോൾ ഇനി നമ്മൾ ജനറേറ്റ് ചെയ്തതിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എത്രയാണെന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു BLV sin തീറ്റ എന്നുള്ളതാണ് ഒരു ലൂപ്പിനകത്ത് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അളവ് എന്നുള്ളത്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ നമ്മളൊരു കോയിൽ തിരിക്കുന്ന സമയത്ത് ചുറ്റുകളൊന്നുമില്ലാത്ത ഒരു കോയിൽ മാത്രം ചുറ്റുകളൊന്നുമില്ലാത്ത ഒരു കോയിൽ മാത്രം തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അളവാണ് BLV sin തീറ്റ. അതായത് നമ്മൾ തിരിക്കുന്ന സ്പീഡാണ് V, L എന്നുള്ളത് അവിടെ അതിൻ്റെ ഇടയിലുള്ള നീളത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എത്ര നീളം എന്നാണ് L ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും തീറ്റ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബിയും അതുപോലെ തന്നെ വെലോസിറ്റിയും തമ്മിൽ വരുന്ന ആംഗിളിനെ സൂചിപ്പിക്കാനായിട്ടാണ് തീറ്റ എന്നുള്ളത് എടുക്കുന്നത്. ആ ഒരു കോണിനെ സൂചിപ്പിക്കാനാണ് തീറ്റ. അപ്പോൾ അതിൻ്റെ സൈൻ കമ്പോണൻ്റാണ് നമ്മൾ എടുക്കുന്നത്, സൈൻ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ എന്നുള്ളത് BLV sin തീറ്റ എന്നുള്ള ഇത് വരും. ഇപ്പോൾ നമ്മൾ N ടേൺസ് കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ചുറ്റിന് പകരം N ചുറ്റുകൾ ആഡ് ചെയ്യാം. അതായത് 10 ചുറ്റുകൾ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയതിൻ്റെ 10 മടങ്ങായിരിക്കും. അതുപോലെ തന്നെ N ചുറ്റുകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ 10 മടങ്ങായിരിക്കും വരുന്നത്. അപ്പോൾ ഈ BLV sin തീറ്റ എന്നുള്ളതിനെ നമ്മൾ NBLV sin തീറ്റ എന്നാക്കും. അപ്പോൾ NBLV എന്നുള്ളതിന് മൊത്തം അതിന് നമുക്കൊരു Emax എന്നുള്ള ഒരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനെ നമ്മൾ EN സമം Emax sin തീറ്റ എന്ന് എഴുതും. അതിൽ സൈൻ തീറ്റ എന്നുള്ളതിനെ മാറ്റി നമ്മൾ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒമേഗ ടി എന്നുള്ളത്. കാരണം ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്പീഡിലാണ് കറക്കുന്നത് എന്നുള്ളത് ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എത്ര ദൂരം കറങ്ങി എന്നുള്ളതിൻ്റെ ആ ആംഗിൾ മെഷർ ചെയ്യാൻ തന്നെയാണ്, അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഒമേഗ ടി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തിരുത്തി എഴുതുന്നത്. അപ്പോൾ EN = Emax സൈൻ ഒമേഗ ടി എന്ന് വരും. അത് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി, അത് തന്നെയാണ് തീറ്റ. പിന്നെ അല്ല, ഒമേഗ ആണ് ആംഗുലാർ വെലോസിറ്റി. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അവിടെ എഴുതിയൊരു തെറ്റുണ്ട്. ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. തീറ്റ ആണ് ഒമേഗ ടി. ഒമേഗ എന്ന് പറഞ്ഞാലാണ് ആംഗുലാർ വെലോസിറ്റി. അതൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിനെ I എന്നുള്ളതിനെ Imax sin തീറ്റ എന്ന് എഴുതാം. Imax sin തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജോ കറണ്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. I = ഒരു മാക്സിമം വാല്യൂ അതിൻ്റെ സൈൻ തീറ്റ. അതായത് അതൊരു സൈൻ തീറ്റേനനുസരിച്ചിട്ട് അതിങ്ങനെ മാറി മാറി വരും. അല്ലെങ്കിൽ ഒമേഗ ടി സൈൻ ഒമേഗ ടിക്ക് അനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഓരോ കോമ്പോണൻറ്റും ഏതൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. B എന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണെന്നുള്ളത്, V എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ സ്പീഡ് ആണെന്നുള്ളത്, അതുപോലെ തന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണെന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ വരുന്ന ഓരോ കമ്പോണൻറ്റുകളെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ Emax sin തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊരു വോൾട്ടേജ് നമുക്കിനി കണ്ടു കഴിഞ്ഞാലും അതിനെ ഇനി റെപ്രസെൻറ്റ് ചെയ്യലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ അക്ഷരമാക്കണമെങ്കിൽ ചെറിയ അക്ഷരമാക്കാം. അതായത് നമുക്ക് പുറത്തുനിന്ന് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഒരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും ഇൻറ്റു സൈൻ തീറ്റ, അല്ലെങ്കിൽ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം ഒമേഗ ടി എന്നും കൂടെ എഴുതാം. അതായത് തീറ്റ സമം ഒമേഗ ടി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇനി എല്ലാതും ഈ ഒരു രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് വേണമെങ്കിൽ സമയത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ കറണ്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Imax സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ തീറ്റ, അങ്ങനെ രണ്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ Imax അല്ലെങ്കിൽ Emax എന്നൊക്കെ പറഞ്ഞാൽ എന്താ വാല്യൂ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു സൈൻ വേവ് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ വേവിന് അനുസരിച്ച് നമുക്കിവിടെ കിട്ടുന്ന മാക്സിമം വാല്യൂ ഉണ്ടല്ലോ, അതിനെയാണ് Emax എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കറണ്ടിൻ്റെ ആണെങ്കിൽ Imax എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. Emax എന്നോ Imax എന്നോ ഒക്കെ പറയുന്നത് ഈ ഒരു അളവിനെയാണ് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിൻ്റെ അളവ് എന്നുള്ളതാണ് ഇവിടെ, മാക്സിമം വാല്യൂ എന്താണ് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ മാക്സിമം വാല്യൂ നോക്കിയിട്ട് പിന്നെ ഒരു സൈൻ തീറ്റ എന്നുള്ള കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു
സൈൻ ഒമേഗ ടി എന്നുള്ള കമ്പോണൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്തത് ആവറേജ് വാല്യൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സൈൻ വേവിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേവിനകത്ത് എത്രയായിരിക്കും ഇതിൻ്റെ ആവറേജ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റത്തെയും വാല്യൂ എടുത്തിട്ട് അതിനെന്ത് ചെയ്യാണ്, കൂട്ടുകയാണ്. അത് കൂട്ടിയിട്ട് എത്ര ഇൻസ്റ്റൻറ്റ് എന്നുള്ളതെന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവറേജ് വാല്യൂ ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഐ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആവറേജ് = I1 + I2 + I3 അങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റ് കൂട്ടി അതിന് എത്ര നമ്പർ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 0 to π വരെയാണ്. അപ്പോൾ ആ π വരെയുള്ളത് നമ്മൾ എടുത്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സൈൻ വേവിൻ്റെ ആവറേജ് എന്നുള്ളത് Imax × 0.637 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുക. ഇത് നമ്മൾ ഒന്ന് കാണാണ്ട് പഠിച്ചിരിക്കേണ്ട സംഗതിയാണ്. ആവറേജ് ഓഫ് എ സൈൻ വേവ് എന്ന് പറഞ്ഞാൽ Imax × 0.637 എന്നുള്ള വാല്യൂ ആയിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് വോൾട്ടേജിനെയാണ് പറയുന്നത് വെച്ചാൽ അപ്പോൾ ഇവിടെ Imaxന് പകരം Emax, അതായത് ഈ ആവറേജ് സമയം Emax × 0.0637 എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് ആവറേജ് വാല്യൂ എന്നുള്ളത്. ആവറേജ് വാല്യൂവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണ്, ഒരു ഒരു ഹാഫ് സൈക്കിളിനകത്ത് എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ വരുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആവറേജ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ഒരു ആവറേജ് ആയിട്ട് എത്രയായിരിക്കും ആ കറണ്ടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ആവറേജ് വാല്യൂ എന്നുള്ളത്. ഇനി അതുപോലെ രണ്ടാമത്തെ ഒരു രീതിയാണ് RMS വാല്യൂ എന്നുള്ളത്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്നുള്ളത്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ ഓരോ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണോ അത് കൂട്ടി അതിനെ എണ്ണം കൊണ്ടായിരിക്കുകയാണ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ആ ഓരോ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ സ്ക്വയറുകൾ എടുത്തിട്ട് അത് തമ്മിൽ കൂട്ടും. അങ്ങനെ അത് തമ്മിൽ കൂട്ടിയിട്ട് മൊത്തം വാല്യൂ കണ്ടിട്ട് അതിൻ്റെ റൂട്ട് എടുക്കും. അതിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുക, n കൊണ്ട് ഹരിക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്കതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്നുള്ളതായിട്ട് കിട്ടുന്നത്. സ്ക്വയറുകളുടെ റൂട്ടിൻ്റെ ആവറേജാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നും കൂടി പറയാം, സ്ക്വയറുകളുടെ റൂട്ടിൻ്റെ ആവറേജാണ് നമ്മൾ എടുക്കുന്നത്. അതിനാണ് റൂട്ട് മീൻ സ്ക്വയർ എന്നുള്ള അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു റൈസ് ആൻഡ് ഫാൾ ഇല്ലാതെ ഏകദേശം ഒരു DC കണക്കാക്കാൻ പറ്റുന്ന രീതിയിൽ വരും. ഇനി ഈ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IRMS എന്ന് പറഞ്ഞാൽ മാക്സിമം × 0.707 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് I ആവറേജ് എന്ന് പറഞ്ഞാൽ 0.637 ആണ്. ഇവിടെ വരുന്നത് 0.707 എന്നാണ് വരുന്നത്. അപ്പോൾ IRMS എന്നുള്ളത് VRMS ആയാലും രണ്ടും നമുക്ക് ഒരേപോലെ തന്നെയാണ് എഴുതാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തത് ഫോം ഫാക്ടർ എന്നുള്ളത്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്, അതായത് ഒരു അനുപാതമാണ്. ഇപ്പോൾ നമ്മൾ RMS വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂവിൻ്റെയും അനുപാതം ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. I ആവറേജ് എന്നുള്ളത് Imax × 0.637 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ RMS എന്നുള്ളത് 0.707 × Imax എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫോം ഫാക്ടർ FF എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, RMS / ആവറേജ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുക IRMS എന്ന് പറഞ്ഞാൽ Imax × 0.70 ഒന്നുകൂടി ഒന്ന് ഇതിലെഴുതാം കാണാൻ പറ്റുന്ന രീതിയിൽ. Imax × 0.707 ഹരിക്കണം Imax × 0.637 ഈ അളവാണ് വരിക. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ബാക്കി ഉണ്ടാവുന്ന ഇത് തമ്മിലുള്ള റേഷ്യോ ആണ്. 0.707 ഹരിക്കണം 0.637. ഇതിൻ്റെ വാല്യൂ ആണ് ഈ 1.11 ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒരു ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു സംഗതിൻ്റെ ഫോം ഫാക്ടർ കാണാനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്, RMS ഹരിക്കണം ആവറേജ് എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇവിടെ ഫോം ഫാക്ടർ 1.11 ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് പറയുന്നത് പീക്ക് ഫാക്ടറാണ്. പീക്ക് ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഹരിക്കണം
മാക്സിമം വാല്യൂ ഹരിക്കണം RMS വാല്യൂ എന്നാണ് വരുന്നത്. അപ്പോൾ മാക്സിമം വാല്യൂ ഹരിക്കണം RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാം എന്താണ് Imax ബൈ Imax ഇൻറ്റു 0.707. അപ്പോൾ നമുക്ക് അവസാനം വരിക 1/0.707 എന്നാണ് വരിക. ഇതിൻ്റെ ഉത്തരമാണ് ഒന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 1.414 എന്ന് പറഞ്ഞാൽ √2 വരിക. അപ്പോൾ ഈ ഒരു അളവാണ് എപ്പോഴും എന്ത് വരിക പീക്ക് ഫാക്ടറായിട്ട് വരിക. മാക്സിമം വാല്യൂ എത്രയാണോ അതും അതിൽ നിന്ന് RMS വാല്യൂ എത്രയാണോ അതിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്താണ് നമുക്ക് പീക്ക് ഫാക്ടറും എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ ഫോം ഫാക്ടർ എന്താണെന്നും പീക്ക് ഫാക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. RMS വാല്യൂ എങ്ങനെ എഴുതുക എന്നുള്ളതും ആവറേജ് വാല്യൂ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇത്രയാണ് ആദ്യത്തെ ഈ 2 സെക്ഷൻ പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റികളെ പറ്റിയിട്ടാണ്. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി എന്താണെന്നും സ്കേലാർ ക്വാണ്ടിറ്റി എന്താണെന്നും ഫേസർ ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് ഒരു ചെറിയൊരു ഡിസ്കഷനും കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ വെയിറ്റ് അളക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൂക്കം മാസ് അളക്കുന്നുണ്ട്, ദൂരം അളക്കുന്നുണ്ട്, വെലോസിറ്റി എന്നുള്ളത് അളക്കുന്നുണ്ട്, ത്വരണം ആക്സിലറേഷൻ എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് പറയുമ്പോഴും നമ്മൾ ഓരോ ക്വാണ്ടിറ്റി, ഇതൊക്കെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്, അതായത് ഭൗതികമായിട്ടുള്ള ക്വാണ്ടിറ്റികളാണ്, അളവുകളാണ്. അപ്പോൾ ഈ അളവുകൾക്ക് ചില അളവുകൾക്ക് എന്തുണ്ടായിരിക്കും ഒരു ദിശയും അതുപോലെ തന്നെ ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ 10 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10 എന്നുള്ളത് ഒരു മാഗ്നിറ്റ്യൂഡാണ്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ യൂണിറ്റാണ്. പക്ഷേ ഈ 10 കിലോഗ്രാമിന് ദിശയില്ല. നേരെ മറിച്ച് നമ്മൾ 20 മീറ്റർ പെർ സെക്കൻഡ് വടക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള 20 എന്നുള്ളതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, ഒരു അളവും വടക്കോട്ട് എന്ന് പറയുന്ന ഒരു ദിശയും തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റികളും ഉണ്ട്. നേരെ തിരിച്ച് ദിശ തരാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം തരുന്നുണ്ട്. അപ്പോൾ അതിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടും ഉണ്ടായിരിക്കും. അതായത് മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിനൊരു ഡയറക്ഷനും ഉണ്ടായിരിക്കും, അളവും ഉണ്ടായിരിക്കും, അതിനൊരു ദിശയും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ക്വാണ്ടിറ്റികളാണ് വെക്ടർ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത്. ഇനി സ്കേലാർ ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അളവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് മാഗ്നിറ്റ്യൂഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തുണ്ടായിരിക്കില്ല, ഏത് ദിശയിലാണ് പറയേണ്ടത് എന്നുള്ളത് ഇവിടെ പ്രസക്തമായിട്ടില്ല. അതായത് ഇങ്ങനത്തെ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 5 ലിറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് അളവ് 5 എന്നാണെങ്കിലും അതിൻ്റെ ദിശ 5 ലിറ്റർ വടക്കോട്ട് അല്ലെങ്കിൽ 5 ലിറ്റർ കിഴക്കോട്ട്, അങ്ങനെ നമ്മൾ ദിശപരമായിട്ടൊന്നും പറയാറില്ല. അപ്പോൾ ദിശയില്ലാതെ പറയുന്ന അളവുകളെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ദിശയും അളവുകളും കൂടി പറയുന്നതിനെയാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ രണ്ടിലും പെടാത്ത ഒരാളാണ് ഫേസർ എന്നുള്ളത്. ഫേസർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്. ഈ ക്വാണ്ടിറ്റീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വെക്ടർ പോലെയാണ് നമുക്ക് തോന്നുക. അതായത് ഒരു വൃത്തത്തിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വെക്ടറായിട്ടാണ് ഇതിനെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ നേരത്തെ I=Imax × sin θ എന്ന് എഴുതി, അത് ഇതിനൊരു ഉദാഹരണമാണ്. അതായത് ഒരു സർക്കിളിനുള്ളിൽ വരുന്ന ഡിഗ്രി മാറ്റങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, sin θ എന്നുള്ളത് കൊണ്ടാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് sin θൻ്റെ അളവ് മാറുന്നതിനനുസരിച്ച്, അതായത് θ എന്നുള്ള അളവ് മാറുന്നതിനനുസരിച്ച് ഒരു വൃത്തത്തിന് 360 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആ 360 ഡിഗ്രിയിൽ ഓരോ ഡിഗ്രി മാറുന്നതിനനുസരിച്ചും ഇവിടെ I എന്നുള്ളതിന് മാറ്റം വരും. അപ്പോൾ ഒരു വൃത്തത്തിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വെക്ടറിനെ സൂചിപ്പിക്കുന്നതാണ് ഫേസർ എന്നുള്ളത്. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് ഈ വോൾട്ടേജും കറണ്ടും എന്നൊക്കെ പറയുന്ന വെക്ടറുകൾ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റിയാണ് ഫേസർ ക്വാണ്ടിറ്റി എന്നുള്ളത്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് വോൾട്ടേജ്, കറണ്ട് എന്നാണ്. വെക്ടറിന് ഉദാഹരണമായിട്ട് പറയുന്നത് ബലം, ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ സ്കേലാർ ക്വാണ്ടിറ്റികൾക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് മാസ്, അതുപോലെ നീളം, ലെങ്ത്ത്, ഡിസ്റ്റൻസ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഫേസറിന് വോൾട്ടേജ്, കറണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത്. താങ്ക് യു.